ആ പറയാൻ വന്നത് അതല്ല. പാട്ടും വൈറൽ, വിസ്മയും വിവേകം തമ്മിലുള്ള കല്യാണവും അടുത്തു. നീ ഇനി ഞങ്ങളോടൊപ്പമാ എപ്പോഴും ഉണ്ടാവേണ്ടത്. ദേ, വിളിച്ച് പുറകെ നടക്കാൻ ഇടവരുത്തിയേക്കരുത്, കൂടെ ഉണ്ടാവണം. അയ്യോ മാഡം, അത് ഞാൻ നോ 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 ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. ആ ദേ, എനിക്ക് നിൽക്കാൻ സമയമില്ല. വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക. എനിക്ക് ഒട്ടും സമയമില്ല. പറയുന്നത് അങ്ങോട്ട് കേൾക്കുക, കൂടെ അങ്ങോട്ട് വരിക. മാഡം മാഡം അമ്മേ, അഖി ഓഫീസിൽ പോവാൻ ഇറങ്ങുന്നുണ്ട്. അവനെ യാത്രയാക്കാനേ അവന്റെ വൈഫ് ഇവിടെ ഇല്ല. അല്ല, അവളെവിടെ പോയി? അവളിവിടുന്ന് വെളുപ്പിനെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നത് കണ്ടു. ആര് ചോദിക്കാനാ? ഇത് പ്രിൻസിപ്പലോ ടീച്ചേഴ്സോ ഒന്നും ഇല്ലാത്ത സ്കൂളല്ലേ. ആർക്കും എന്ത് തന്നിഷ്ടം വേണമെങ്കിലും കാണിക്കാലോ. എന്താ ചെയ്യ? എത്രയെന്ന് വെച്ച് വഴക്ക് പറയും. ഞാൻ തന്നെ മടുത്തു. അവക്കറിയാം അമ്മ അങ്ങനെ അറ്റകൈ പ്രയോഗം ഒന്നും ചെയ്യില്ലാന്ന്. അടിച്ചവളെ വെളിയിലാക്കണോ അമ്മേ? അതേ ഇതിനൊരു പരിഹാരമുള്ളൂ. ആരോടും ചോദിക്കാതെ അവളിങ്ങനെ കറങ്ങി നടക്കുക. തന്റെ അടക്കാരി. അമ്മേ, എന്താമേ ഒരു ടെൻഷൻ പോലെ? ഏയ് ഒന്നുമില്ല. നീ ഓഫീസിലേക്ക് ഇറങ്ങാണോ? അതെ. നിന്റെ ഭാര്യ എവിടെ? അവള് അമ്പലത്തിൽ പോയി. രാവിലെ എന്നെ വിളിച്ചതാ, എനിക്ക് പോവാൻ പറ്റിയില്ല. ഏതമ്പലത്തില്? കോണാട്ടമ്പലത്തിലാ. അവിടെ ദേവിമാരുടെ 2 പ്രതിഷ്ഠകളാണത്രേ, ഭദ്രകാളിയും ദുർഗാദേവിയും. കുറെ നാളായിട്ട് പറയുന്നതാ അവിടെ പോണോന്ന്. ആ ദാ വന്നല്ലോ അമ്പലപ്രാവ്. ഒരമ്പലപ്രാവ്. ഞാൻ താമസിച്ചില്ലല്ലോ സർ. ഒട്ടും താമസിച്ചില്ല. മാത്രമല്ല, ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെ വരികയും ചെയ്തു. എനിക്ക് തൊട്ട് തരണ്ട. എനിക്കൊട്ടും വേണ്ട. ഐശ്വര്യടുത്ത് പിന്നെ നിരീശ്വരവാദിയല്ലേ ചമേ? ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല. എനിക്ക് താല്പര്യമില്ലാത്തവരെ എന്റെ നെറ്റിയിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. പ്രസാദം തൊടിക്കുന്നൊക്കെ കൊള്ളാം. 6 മാസത്തിനകം അഖിയുടെ ഇരുട്ടിനോടുള്ള പേടി മാറ്റിയിരിക്കുന്ന നീ പറഞ്ഞത്. 6 മാസത്തിനകം പേടി മാറിയിരിക്കും, ഉറപ്പ്. പിന്നെ ഇവന് ജന്മനാ കിട്ടിയ ശാപവും പാപവും ഒക്കെ മാറ്റി കൊടുക്കാൻ ഇവളാരും പരമശിവനോ? അമ്മേ, ഞാനിന്ന് ഓഫീസിലോട്ട് പോട്ടെ. പോയിട്ട് വാ മോനെ. ഇവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഇനി എന്ത് വേലയാ വെക്ക? എന്ത് വേല വെച്ചിട്ടും ഇങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ലല്ലോ. ഡീ നിന്നെ, ഞാൻ പുറകെ വരുന്നത് കണ്ടില്ലേ നീ? നീ എന്തിനാ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പായുന്നേ? ഒന്നുമില്ല. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നേ? ആരും മരിക്കണമെന്ന് പ്രാർത്ഥിക്കാനാ? അമ്പലത്തിൽ പോകുന്നത് ഈ കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാനാ, അല്ലാതെ ആരും മരിക്കണമെന്ന് പ്രാർത്ഥിക്കാനല്ല. എനിക്ക് ആരോടും വൈരാഗ്യവും ഇല്ല. എനിക്കങ്ങനെ പ്രാർത്ഥിച്ച ശീലവും ഇല്ല. മാത്രല്ല,
ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം തന്നെ ഇല്ലാതാക്കും. പിന്നെ നീ ദൈവത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? ദൈവത്തെ മൊത്തമായും ചില്ലറയായും ഏറ്റെടുത്തിരിക്കല്ലേ ഇവള്? എന്തിനാ ഐശ്വര്യടുത്ത് എന്നെ വിളിച്ചത്? നിന്റെ ഈ ഏട്ടത്തി വിളിയുണ്ടല്ലോ, എനിക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. നിന്നെക്കാളോ ഇളയതാ ഞാൻ. പിന്നെ സ്ഥാനം കൊണ്ട് അങ്ങനെ വിളിച്ചോ, എനിക്ക് അതിലെതിരൊന്നുമില്ല. നിക്കണേ എവിടെ? നീ ഇങ്ങോട്ടേ തീ പിടിച്ച പോലെ പോകുന്നേ? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നാളെ ബെസ്റ്റ് കപ്പിൾസ് മത്സരമാ. ഞാനും നീയും തമ്മിലാ മത്സരിക്കേണ്ടത്. മത്സരത്തിന് നമ്മൾ രണ്ടുപേരും മാത്രല്ല, ഒത്തിരി പേരുണ്ടാവും. പക്ഷേ മത്സരം നീയും ഞാനും തമ്മിലാ. എനിക്ക് ഐശ്വര്യടുത്തി എന്റെ എതിരാളിയാന്ന് തോന്നിയിട്ടേ ഇല്ല. എന്നാ എനിക്കങ്ങനെയല്ല, നീ എന്റെ എതിരാളി തന്നെയാ. നീ ഉള്ളതുകൊണ്ട് മാത്രമാ ഞാൻ ഇത്ര ചീപ്പായ ഒരു മത്സരത്തിന് തയ്യാറാവുന്നത് തന്നെ. ഈ മത്സരത്തിൽ നിന്നെ ഞാൻ തോൽപ്പിക്കും, ഞാൻ ജയിക്കും. കഴിവുള്ളവരാരാണോ അവര് ജയിക്കും ഐശ്വര്യടുത്തി. അതൊക്കെ ഭഗവാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഭഗവാനോ? ഈ ഐശ്വര്യ തീരുമാനിക്കും ആര് ജയിക്കണോന്ന്. നാളെ നിനക്ക് ഞാനത് കാട്ടിത്തരാം, കേട്ടോടി? ആയിക്കോട്ടെ അടുത്തി. ദേ, നീ എന്താ എന്നെ കളിയാക്കാണോ? അയ്യോ അല്ല അടുത്തി. നിനക്കേ ഞാൻ നാളെ ഒരു സർപ്രൈസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വരെ തന്നതൊന്നുമല്ല. നിന്നെ ഞാൻ പൊതുമധ്യത്തിൽ നാണം കെടുത്തു. നീ കരുതിയിരുന്നു. നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ കിടന്നുറങ്ങാൻ എന്താ സുഖം. ഇതെന്താ പതിവില്ലാത്തൊരു മണം? ഓഹോ, അപ്പൊ ഇവള് പാടിയ പുതിയ പാട്ടും വൈറലായല്ലോ. ഒരുപാട് ലൈക്സും വ്യൂവേഴ്സും ഒക്കെ ഉണ്ടല്ലോ. ഇതെങ്ങനെ? ആ, എന്തായാലും ആ ശ്യാമയുടെ മുഖം ഇല്ലാത്തത് നന്നായി. ദേവകി, മോക്കെന്തോ നീ പലഹാരം ഉണ്ടാക്കുമായിരുന്നല്ലോ, അത് കഴിഞ്ഞോ? കഴിഞ്ഞു. വരുന്നു വാസുവേട്ടാ. ആ, പെട്ടെന്ന് കൊണ്ടുവാ, എനിക്ക് ഇറങ്ങാൻ സമയമായി. 4 മണിക്കുള്ള ബസ് പോയാ പിന്നെ നേരിട്ടുള്ള ബസ് അത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വാ ദേവകി. വരുന്നു. ആ, ഒന്ന് പെട്ടെന്ന് വാ. ഉണ്ണിയപ്പ വാസുവേട്ടാ, കുഞ്ഞിനതാണല്ലോ ഇഷ്ടം. എന്തായാലും ഞാൻ കൊണ്ടുപോവാം. പക്ഷെ കൊടുക്കാൻ പറ്റുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. അതെന്താ വാസുവേട്ടാ? ആ, അവരുടെയൊക്കെ ഇടന്ന് കുഞ്ഞിനെ എങ്ങനെ ഒറ്റയ്ക്ക് കാണാനാ ദേവകി?
കണ്ടാൽ തന്നെ ഞാനിതിങ്ങനെ കൊടുക്കും. ഐശ്വര്യ എങ്ങാനും ഇത് കണ്ട പിന്നെ അത് മതി. അവൾ ആ ആനന്ദ നിലയം പൊളിച്ചടുക്കും. ഛേ, ഇങ്ങനെയൊന്നും പറയാൻ ഞാൻ ശീലിച്ചിട്ടുള്ളതല്ല. എന്ത് ചെയ്യാനാ ദേവകി? ഇങ്ങനെയൊക്കെ നമ്മളെ ആക്കി തീർത്ത ചുറ്റുപാടുകൾ. ഇപ്പോഴും നമ്മുടെ മോൾക്ക് അവിടെ ദുരിതം തന്നെയാണോ വാസുവേട്ടാ? ഐശ്വര്യം ഉണ്ടാക്കുന്നൊരു ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അത് മതിയല്ലോ. നഞ്ച് എന്തിനാ നാനാഴി? അതെ, അവള് പാടിയ പാട്ടേ വൈറലായിരിക്കുക. പാടിയ പാട്ട് വൈറലായിട്ട് എന്ത് കാര്യം? അവളാ പാടിയെന്ന് ആർക്കും അറിയില്ലല്ലോ. ഒരു കണക്കിന് അത് നന്നായി കേട്ടോ. ഇല്ലെങ്കി പിന്നെ പിന്നണി ഗായികയാണെന്നും പറഞ്ഞ് ആ അഹങ്കാരം കൂടി മറ്റുള്ളവർ സഹിക്കേണ്ടി വന്നേനെ. ഇപ്പൊ അറിയപ്പെട്ടില്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന്റെ പാട്ട് ലോകം മുഴുവൻ കേൾക്കും. അവള് അറിയപ്പെടുന്ന ഒരു കാലം ഉണ്ടാവും. അതിന് ദൈവം അവളെ അനുഗ്രഹിക്കും. ആരൊക്കെ എത്രയൊക്കെ ചവിട്ടി താത്തിയാലും എന്റെ മോക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടാവും. അതിലൊരു സംശയവും വേണ്ട. ഏറെ കരഞ്ഞവനെ അതിലേറെ ചിരിപ്പിച്ചിട്ട് ദൈവം ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുള്ളൂ. നല്ല മണം. ഇണ്ടംപരുത്തി തറവാട്ടിലെ ഒരു ഉത്രാട സദ്യയുടെ അതേ മണം വരുന്നുണ്ടല്ലോ. ഓ, ഈ ദാരിദ്ര്യവിലാസം ഭവനത്തിൽ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയല്ലേ അമ്മേ? ഞാനിന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോഴായിരിക്കും ഈ ദുഷ്ടക്കാരി ഇവിടെ നടന്നത്. ജയന്തി ആരും മോശമായിട്ട് പറഞ്ഞതല്ലോ. ഉറങ്ങിക്കഴിഞ്ഞാ എനിക്ക് വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല, അറിയാലോ. വെളിവും വെള്ളിയാഴ്ച അല്ലേലും ഇല്ലല്ലോ മോളെ. വെളിവുണ്ടായാൽ മതി. വെള്ളിയാഴ്ച ഇപ്പൊ എല്ലാ മാസവും വരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ എനിക്ക് മനസ്സിലായി. ജോലിക്ക് പോകുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും മകളുടെ കൈവശം എത്തിക്കാനായി ഈ ഉണ്ണിയപ്പം ഇവിടെ ഉണ്ടാക്കിയത്. അതോ ഇനി ആ വീടിന്റെ വാതിൽക്കൽ കൂടിയാണോ ജോലിക്ക് പോകുന്നത്? മനസ്സിലായി. മകൾക്ക് അവളുടെ ഇഷ്ടപലഹാരം ഉണ്ടാക്കി അവളുടെ വീട്ടിലേക്ക് ഒളിച്ചു കടത്തുകയാണല്ലേ? കൊള്ളാം. ഞാൻ പിന്നെ മതില് ചാടി വന്ന മരുമകളാണല്ലോ. മരുമകളാര്, മകളാര്? മരുമകൾക്ക് തോട്ടുപക്കത്തുനിന്ന് കട്ടുപറിച്ച വാട്ടക്കപ്പ. മകൾക്കാണെങ്കിലോ നല്ല നെയ്യിൽ പൊരിച്ച ഉണ്ണിയപ്പോ. എന്റെ പൊന്ന് ജയന്തി, നിന്നോട് ഇവിടെ ആർക്കും ഒരു വേർതിരിവും ഇല്ല. നീ ഞങ്ങൾക്ക് മരുമകളല്ല, സ്വന്തം മകള് തന്നെയാ. ആഹാ, ഏത് തരം സോപ്പാ ഇത്? ദേവകി വാസു സോപ്പാണോ? എന്തായാലും നല്ല പതയുള്ള സോപ്പിട്ട് തേക്കണം കേട്ടോ, അല്ലെങ്കിൽ പതയൂല. മോളെ, നീ ഞങ്ങളുടെ മകളുടെ സ്ഥാനത്ത് ഇവിടെ ഉണ്ടാവണം മോളെ. നീയാ ഞങ്ങളുടെ മോള്. ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരണമെങ്കിൽ പോലും നീ അല്ലാതെ വേറെ ആരാ ഞങ്ങൾക്കുള്ളേ? ഈ നാട്ടിൽ നീ പറഞ്ഞ പോലെ ഒരുപാട് അമ്മായിച്ചന്മാരും അമ്മായിമ്മമാരും ഒക്കെ കാണും. പക്ഷേ അവരുടെ സ്ഥാനത്ത് നീ ഞങ്ങളെ കാണരുത് മോളെ. ദേ, നിനക്ക് വേണ്ടി അമ്മ അടുക്കള ധാരാളം ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ മോള് വയറ് നിറച്ച് പോയി കഴിച്ചേ. ദേവകി, ഞാനെന്നാ പോയിട്ട് വരാം. ശരി. എന്റെ കൃഷ്ണ, ഈ ഉണ്ണിയപ്പം എന്റെ മൂക്ക് കൊടുക്കാൻ പറ്റണേ.
എൻ്റെ കുഞ്ഞിന് ഇഷ്ടമുള്ള പലഹാരം ഇത്. ആരും കാണാതെ ഇതെങ്ങനെയാ അവിടെ കൊടുക്കുക? സാധാരണ ഈ സമയത്തൊക്കെ പുറത്ത് കാണുന്നതാ, ഇന്ന് കാണുന്നേയില്ലല്ലോ. എന്തു പറ്റി? ഇതെവിടെ പോയി? എല്ലാം മനസ്സിനിണങ്ങിയത് തന്നെ. ഇതൊക്കെ ഇട്ട് ഞാനങ്ങ് നിന്ന എന്നെക്കാൾ വലിയ സൗന്ദര്യമുള്ളവള് വേറെ ഉണ്ടാവോ? ഐശ്വര്യ, എന്താ ഇതൊക്കെ? കണ്ടില്ലേ, കോസ്റ്റ്യൂംസാ. ഈ മത്സരത്തിന് അവളെ ഞാൻ തോപ്പിച്ചിരിക്കും. ഇത് എന്തുമാത്രം ഡ്രസ്സാ? ഇത് ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ, 50,000. ഷോപ്പിൽ നല്ല തിരക്കായത് കാരണം കുറച്ചതാ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആ, കുഴപ്പമില്ലെന്നേ പറയാനുള്ളൂ. നല്ലതാണെന്ന് പറഞ്ഞൂടെ? നല്ലതാ. ഇത് കണ്ടോ? ഇതെന്തിനാ? ഇതിൽ ഓരോന്ന് നമ്മളെ രണ്ടും നമ്മുടെ ചെവിയിൽ വെക്കണം. ഇപ്പൊ മനസ്സിലായി എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം മനപ്പൊരുത്തം റൗണ്ടാ. അതിൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ചോദിക്കും. എന്റെ ഇഷ്ടം ഏതാണെന്ന് അരുണിനോട് ചോദിക്കുമ്പോ ഉത്തരം ആരും അറിയാതെ ഞാൻ ഇതിലൂടെ പറഞ്ഞു തരും. അരുൺ എനിക്ക് തിരിച്ചും പറഞ്ഞു തരണം. ദേ ഐശ്വര്യ, ഇതൊക്കെ മത്സര നിയമങ്ങൾക്ക് എതിരാണ്. മാത്രമല്ല കള്ളത്തരവാ. ജയിക്കാൻ ഏത് കുറുക്കുവഴി നോക്കണം. ചിലപ്പോ കള്ളത്തരവും കാണിക്കേണ്ടി വരും. നോ, ഇതിനൊന്നും ഞാനില്ല. മത്സരിച്ച് ജയിച്ചാലേ ആ വിജയത്തിനൊരു സുഖമുള്ളൂ. അല്ലാതെ ഇതുപോലെ കള്ളം കാണിച്ച് ജയിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എനിക്ക് എങ്ങനെയും ജയിച്ചേ പറ്റൂ. അങ്ങനെ എങ്ങനെയെങ്കിലും ജയിക്കുന്നത് മത്സരമാണോ? മത്സരം മത്സരമാണ്. അതിനെ ആ നിലയിൽ തന്നെ കാണണം. എനിക്ക് തോൽക്കാൻ പറ്റില്ല. ഐശ്വര്യ, ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ മത്സരിക്കും. അപ്പോൾ നമ്മൾ ജയിക്കും. എനിക്ക് അവിടെ തോൽപ്പിക്കണം. ആ, അത് ശരി. അപ്പോൾ ഇത് ബെസ്റ്റ് കപ്പിൾ മത്സരമല്ല, പകയും പ്രതികാരവും തീർക്കാനുള്ള ഒരു വേദിയാണ്. എന്താ, അവള് ജയിക്കണമെന്നാണോ അരുണിന്റെ ആഗ്രഹം? ദേ ഐശ്വര്യ, നീ വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. ഞാൻ കാര്യമാണ് പറഞ്ഞത്. വെറുപ്പും വിദ്വേഷവും തീർക്കാനും ശത്രുവിനെ വകവരുത്താനും അല്ല മത്സരം. അത് അവരവരുടെ കഴിവ് തെളിയിക്കാനുള്ളതാണ്. ദേ അരുൺ, തർക്കിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ ഈ ബ്ലൂടൂത്ത് വാങ്ങിക്കൊണ്ട് വന്നതേ ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാ. പറഞ്ഞതുപോലെ ചെയ്യാൻ അരുൺ തയ്യാറാണോ? എങ്കിലേ ഞാൻ മത്സരത്തിന് വരുന്നുള്ളൂ. നീ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്.